ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യം. ദൈവരാജ്യം ഒരുവൻ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ്. അതുപോലെ 13-ാം അധ്യായം 21-ാം വാക്യം, ദൈവരാജ്യം ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണ്. ഇന്ന് നമുക്ക് വായിച്ച് ധ്യാനിക്കാനുള്ള സുവിശേഷത്തിൽ നിന്നുള്ളതാണ് ഈ 2 വചനങ്ങളും. 2 പ്രത്യേക അർത്ഥങ്ങൾ ഈശോ ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്, ദൈവരാജ്യം എന്നാൽ ഏതോ അകലെ മറഞ്ഞിരിക്കുന്ന, പിടികിട്ടാത്ത, അപ്രാപ്യമായ ഒരു രഹസ്യമല്ലെന്ന് ഈശോ പറയുന്നു. അത് ഒരു വിത്ത് പോലെ, അനുദിനം ചെയ്യുന്ന ഒരു കാര്യം പോലെ, എപ്പോഴും നമ്മുടെ കൂടെയുള്ള, സിമ്പിളായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു ദൈവരാജ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്, സാദൃശ്യങ്ങൾ, അതെല്ലാം നമ്മുടെ വീടിനകത്തും പുറത്തുമൊക്കെ ഉണ്ടെന്ന് ഈശോ പറയുകയാണ്. വീടിനകത്തുള്ളതാണ് മാവ്, വീടിന് പുറത്തുള്ളതാണ് കടുകുമണി അല്ലെങ്കിൽ തോട്ടത്തിൽ പാകുന്ന ഒരു വിത്ത്. നമ്മുടെ ദൈവവും ആ ദൈവത്തിൻ്റെ രാജ്യവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അത് അകലെ വേറെ ഏതോ ഒരു ദൂര സ്ഥലത്ത് നമ്മൾ പോയി നേടിയെടുക്കേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ അടുത്ത് എപ്പോഴും കൂടെയുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഭരണം നടക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം. നമ്മുടെ വീടുകളിലും വീടിനകത്തും വീടിന് പുറത്തും ഒക്കെ ദൈവത്തിൻ്റെ ഭരണമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നടക്കുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ ഭരണം നടക്കുന്ന സ്ഥലം. നമ്മുടെ വീടിനകത്തും നമ്മുടെ വീടിന് പുറത്തുമൊക്കെ ദൈവത്തിൻ്റെ ഭരണമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നടക്കുന്നത്. രണ്ടാമത് ഒരു ചിന്ത ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പാടത്ത് ഒരു ചെടി നടുമ്പോഴും ഒരു വിത്ത് നടുമ്പോഴും അകത്ത് അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി മാവ് കുഴയ്ക്കുമ്പോഴും അതൊക്കെ നമ്മളെ ആത്യന്തികമായി സ്വർഗത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കണം. ഈ ഭൂമിയിലെ ഒരു ജോലി എന്നതിനപ്പുറത്ത് ഈ ഭൂമിയിലെ ജോലി മറ്റൊന്നിൻ്റെ സാദൃശ്യമാണ്, അതിൻ്റെ ഒരു പ്രതീകമാണ് ഞാൻ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യവും എന്ന് നമുക്ക് ഓർമ്മിക്കാനായിട്ട് പറ്റണം. സഭാപിതാവായ വിശുദ്ധ അപ്രയം എപ്പോഴും ആ രീതിയിൽ ചിന്തിക്കാൻ പരിശ്രമിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം പറയും, പാടത്ത് ഒരു കർഷകൻ കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുമ്പോൾ വയലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കലപ്പ ഉണ്ടാക്കുന്ന പാടുകൾ ഒരു കുരിശു പോലെയാണ്. അത് കുരിശാണ് ഓർമ്മിപ്പിക്കുന്നത്. തലങ്ങനെയും വിലങ്ങനെയും പാടത്ത് കലപ്പ ഉഴുതുമറിക്കുമ്പോൾ അത് ഭൂമിയിൽ അദ്ദേഹം അതുകൊണ്ട് കുരിശു വരയ്ക്കുകയാണ്. ആകാശത്തിൽ പറന്നു കിടക്കുന്ന ഒരു പക്ഷിയെ നോക്കിയാൽ അതിന് കുരിശിൻ്റെ രൂപമാണ്. ഇതൊക്കെ സാധാരണ കാഴ്ചകളാണ്. പക്ഷേ ഒരു ആത്മീയ കണ്ണുകളോടെ നോക്കുന്നവർക്ക് അതിലൊക്കെ ഒരു ദൈവികതയും ദൈവികമായ അർത്ഥങ്ങളും കാണാൻ സാധിക്കും. അതേ രീതിയിലാണ് ഈശോയും ഇവിടെ പറയുന്നത്. ഓരോ ചെറിയ കാര്യവും അല്ലെങ്കിൽ വലിയ കാര്യവും നിത്യേനയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ദൈവചിന്തയോടെ ചെയ്യുന്നെങ്കിൽ, ദൈവ സാദൃശ്യങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ അടയാളങ്ങളും അതിലൊക്കെ കാണാൻ സാധിക്കുന്നെങ്കിൽ അത് നമ്മുടെ ഉയർന്ന ഒരു ആത്മീയ ജീവിതത്തിൻ്റെ തെളിവാണ്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ, ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങളെയും വിശുദ്ധമായ ആഗ്രഹങ്ങളോടെ, വിശുദ്ധമായ ചിന്തകളോടെ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിലെല്ലാം ദൈവരാജ്യത്തിൻ്റെ ഒരംശം, ഒരു പ്രതീകം കണ്ട് അതിനെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വിശുദ്ധമായ ഹൃദയത്തോടെ ചെയ്യാൻ സാധിക്കട്ടെ. ആമേൻ.